ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിൻസി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഡോക്ടർ ഷർമിക തരുണിൻ്റെ ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഓറഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ ജ്യൂസ് ഒന്ന് കൈ ഉപയോഗിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും സ്കിന്നിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് അവർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുപയർ പൊടിയാണ്. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചെറുപയർ പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെറുപയർ ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചെറുപയർ പൊടി ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ബാക്കി എനിക്ക് എൻ്റെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുപയർ പൊടി നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് നിറം വയ്ക്കാനും നമ്മുടെ ഫേസിൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് ഫേസ് നല്ലൊരു ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് അവരിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കിൻ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യാം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളിത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറായിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫേസ് പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി എൻ്റെ കഴുത്തിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കും കൂടിയാണ്. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ നമ്മളിത് ഡ്രൈ ആകുന്നവരെ വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. സ്കിന്ന് നല്ലൊരു സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിരുന്നു. സ്കിന്ന് നന്നായിട്ട് സ്മൂത്തായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു അലോവേര ജെല്ലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു അലോവേര ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.